നമസ്കാരം. ആദ്യം നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ആരാകണമെന്ന്. കഴിഞ്ഞ ദിവസം ചില നേതാക്കൾ പറഞ്ഞു കോൺഗ്രസിൽ പുനഃസംഘടനയൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ നേതാവിന് തന്നെ മതി എന്നൊക്കെ. ഇപ്പൊ പറയുന്നു വേണം, പുനഃസംഘടന ഇല്ലാണ്ട് പറ്റില്ല എന്നൊക്കെ. സുധാകരന്റെ മാഫിയ ഭയന്ന് ഒന്നും മിണ്ടാൻ പറ്റാത്തതുകൊണ്ടല്ലേ വേണ്ട എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ എടിപിടി എന്ന് കോൺഗ്രസിൽ പുനഃസംഘടന വേണമെന്ന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചതിന്റെ കാര്യം എന്താ? തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി ശക്തിപ്പെടുത്തണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഹൈക്കമാൻഡ് ആവശ്യമായ തീരുമാനം എടുക്കുമെന്നാണ് തോന്നുന്നത്. ഇപ്പൊ പക്ഷേ പുനഃസംഘടനാ ചർച്ചകളൊന്നും തുടങ്ങിയിട്ടില്ലെന്നും ചെന്നിത്തല പറയുന്നുണ്ട്. സാമുദായിക സംഘടനകളെ ബഹുമാനിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ടാണ് ക്ഷണം സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയാകാൻ താൻ യോഗ്യനെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായമാണ്. വെള്ളാപ്പള്ളിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നുമൊക്കെ രമേശ് ചെന്നിത്തല മറുപടി പറയുന്നുണ്ട്. അതിനിടയ്ക്ക് വേറെ ഒരു പുകിലും വന്നു. കോൺഗ്രസ് നേതാക്കൾ ജാതിമത ശക്തികളുടെ അടിമകൾ ആകരുതെന്ന് രമേശ് ചെന്നിത്തലയെ ലക്ഷ്യമിട്ടും വി.ഡി. സതീശനെ പിന്തുണച്ചും ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം കുറിച്ചു. ചെന്നിത്തലയെ NSSഉം SNDPയും ക്ഷണിച്ചതിൽ അതീവ സന്തുഷ്ടനായ സതീശന് കുറച്ചുകൂടി സന്തോഷമാവട്ടെ എന്ന് വെച്ചാണ് ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ പോസ്റ്റ് പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. പാർട്ടിക്കകത്ത് പുതിയ ഗ്രൂപ്പ് സമവാക്യം രൂപപ്പെടുന്ന സൂചനകളാണ് വരുന്നതെന്ന് പുള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ മനസ്സിലാകും. കോൺഗ്രസ് നേതാക്കൾ ജാതിമത ശക്തികളുടെ അടിമകളാകരുതെന്ന് രമേശ് ചെന്നിത്തലയെ ലക്ഷ്യമിട്ട് ചെറിയാൻ ഫിലിപ്പ് പറയുന്നു. സതീശൻ പുറമേക്ക് നല്ല വാക്കുകൾ പറയുന്നുണ്ട് എങ്കിലും ചെന്നിത്തലയ്ക്കെതിരെ ഒളിയുദ്ധം നടത്താനാണ് അദ്ദേഹത്തിന്റെ നീക്കം. അതിന്റെ ആദ്യപടിയാണ് ചെറിയാൻ ഫിലിപ്പ് പൊട്ടിച്ചത്. വരും നാളുകളിൽ ചെന്നിത്തല വിരുദ്ധ നീക്കം കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. ഏതെങ്കിലും സമുദായ വിഭാഗത്തിന്റെ വക്താവായി മുദ്രയടിക്കപ്പെടുന്ന സാഹചര്യം ക്ഷണിച്ചു വരുത്തരുതെന്ന മുന്നറിയിപ്പും ചെന്നിത്തലയ്ക്ക് ചെറിയാൻ ഫിലിപ്പ് കൊടുക്കുന്നുണ്ട്. കോൺഗ്രസിൽ സ്ഥാനം നേടുന്നതിന് സമുദായ സംഘടനാ നേതാക്കളുടെയും മത മേലധ്യക്ഷന്മാരുടെയും സഹായവും ശുപാർശയും ആര് നേടിയാലും നിന്ദ്യമാണ്. കോൺഗ്രസ് പാർട്ടിയെ റിമോട്ട് കൺട്രോളിലൂടെ നിയന്ത്രിക്കാൻ ഒരു ബാഹ്യശക്തിക്കും അനുവദിക്കരുതെന്നും ചെറിയാൻ ഫിലിപ്പ് പോസ്റ്റിലൂടെ കണക്കിന് വിമർശിക്കുന്നുമുണ്ട്. അതേയിടത്ത് എല്ലാ സമുദായ വിഭാഗങ്ങളുമായും സഹവർത്തിത്വം പുലർത്തേണ്ട കോൺഗ്രസ് നേതാക്കൾ അവർ ക്ഷണിക്കുന്ന സമ്മേളനങ്ങളിൽ പങ്കെടുക്കണമെന്നും പറയുന്നുണ്ട്. അതേസമയം ഇതിനെതിരെ സതീശന്റെ സമീപനങ്ങളോട് ശക്തമായ എതിർപ്പുള്ള മറുചേരിയും സജീവമാകും.